കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയും അതിൽ മനംനൊന്തുള്ള ആത്മഹത്യയും കേരളത്തിന് പുതിയ വാർത്തയല്ലാതാകുന്നു എന്നത് അങ്ങേയറ്റം ഗൗരവകരമായ കാര്യമാണ്. സമാനമായ ഒരു വാർത്തയിലേക്കാണ് ഇനി. തിരുവനന്തപുരം വർക്കലയിൽ ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് വിവാഹം മുടങ്ങിയ വധു ആത്മഹത്യക്ക് ശ്രമിച്ചു. പെൺകുട്ടിയുടെ അമ്മ വായ്പയെടുത്ത പണം തിരികെ നൽകാത്തതിനാൽ വരന്റെ വീട്ടിലെത്തി ഒരു സംഘം ഭീഷണി മുഴക്കുകയായിരുന്നു. ഭീഷണിക്ക് പിന്നാലെ വരൻ വിവാഹത്തിൽ നിന്ന് പിന്മാറി. 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവാഹം മുടങ്ങിയതിൽ മനംനൊന്താണ് യുവതി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഇനി ഒരു കൊച്ചുങ്ങൾക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവല്ലേ. കല്ലമ്പലം സ്വദേശിനിയായ പെൺകുട്ടിയുടെ അമ്മ പലിശയ്ക്ക് വാങ്ങിയ പണം നേരത്തെ തന്നെ തിരികെ കൊടുത്തിരുന്നു. എന്നാൽ പലിശ നൽകിയില്ലെന്നാരോപിച്ച നിരന്തരം പ്രതികൾ വീട്ടിലെത്തി ഭീഷണി മുഴക്കുമായിരുന്നു. ജനുവരി 1-നാണ് കൊല്ലം സ്വദേശിയായ യുവാവുമായി യുവതിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സംഘം വരന്റെ വീട്ടിലെത്തി ഭീഷണി മുഴക്കി. ഭീഷണിയെ തുടർന്ന് വരൻ വിവാഹത്തിൽ നിന്ന് പിന്മാറി. 10-30 പേര് വന്ന് എൻ്റെ മോൻ്റെ കല്യാണ മണ്ഡപത്തിൽ വന്നാൽ കാലും കൈയും വെട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മോനെ ഉള്ളു, ഞങ്ങളെ കുഞ്ഞിനെ വേണം. ഇവിടെ ഇരുന്ന് കരഞ്ഞെടുത്ത മോള് അവിടെ ബോധം കെട്ട് വീണ്. ബോധം കെട്ടിട്ട് നമ്മളെല്ലാം ഓടിച്ചെന്ന് അവൾക്ക് വെള്ളമൊക്കെ കൊടുത്തപ്പോൾ അവൾ പറഞ്ഞ്, അമ്മ ഞാൻ മേശയ്ക്കകത്തിരുന്ന ഗുളിയെടുത്ത് കഴിച്ച്. വിവാഹം മുടങ്ങിയ മനോവിഷമത്തിൽ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വരന്റെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയ 8 പേർക്കെതിരെ കല്ലമ്പലം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഞെക്കാട് സ്വദേശികളായ സുനി, നിഷ, അൻസാരി, ബ്രൗൺ, രമണി, മഞ്ജു തുടങ്ങി കണ്ടാലറിയാവുന്ന 2 പേർക്കെതിരെയുമാണ് കേസ്. പ്രതികൾ ഒളിവിലാണെന്നാണ് പോലീസ് അറിയിച്ചത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.